വള്ളികുന്നം പടയടിവട്ടം ജംഗ്ഷനു വടക്ക് കല്ലട ജലസേചന പദ്ധതിയുടെ കനാലിൽ മാലിന്യം കുന്നുകൂടുന്നു. ചാരുമൂട് ജംഗ്ഷന് സമീപം മുതൽ ഒഴുകിയെത്തുന്ന മാലിന്യം പടയണിവട്ടം ഭാഗത്ത് കനാലിലെ കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് വലയിൽ തട്ടിയാണ് കുന്നുകൂടുന്നത്. ഇറച്ചി അവശിഷ്ടം, ആഹാരാവശിഷ്ടം, പ്ലാസ്റ്റിക് മാലിന്യം, പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയവയാണ് കനാലിൽ അടിയുന്നത്. വെള്ളത്തിൽ കിടക്കുന്ന മാലിന്യത്തിന്റെ ദുർഗന്ധം നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ വെള്ളത്തിന്റെ ഒഴുക്കും തടസ്സപ്പെടുന്നുണ്ട്. ഇതോടെ ഭൂരിഭാഗം കനാലുകളിലും വെള്ളമെത്തുന്നില്ല. ജലക്ഷാമവും രൂക്ഷമാണ്. പടയണിവട്ടം ജംഗ്ഷന് സമീപം കല്ലട ജലസേചന പദ്ധതിയുടെ കനാലിലൂടെ ഒഴുകിയെത്തിയ മാലിന്യങ്ങളാണ് കുന്നുകൂടിയ നിലയിൽ ആയത്. മാലിന്യം കനാലിലൂടെ ഒഴുകിയെത്തുന്നത് തടയാൻ പള്ളിമുക്ക് ഭാഗത്ത് ഇരുമ്പുവല സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത് 3 വർഷം മുമ്പ് തകർന്നു. 2 വർഷം മുമ്പും മാലിന്യം നിറഞ്ഞ ഒഴുക്ക് തടസ്സപ്പെട്ട് കനാൽ കരകവിഞ്ഞൊഴുകിയിരുന്നു. വെള്ളത്തിനൊപ്പം മാലിന്യവും വീടുകളുടെ മുറ്റത്തും പറമ്പിലും നിറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷവും ശുചീകരണം നടത്താതെ കനാൽ തുറന്നുവിട്ടിരുന്നു. ഇതോടെ പള്ളിവിള ഭാഗത്ത് മാലിന്യം കുന്നുകൂടി വെള്ളം കെട്ടിക്കിടന്ന് 4 സ്ഥലങ്ങളിൽ കനാൽ ചോർന്ന് സമീപത്തെ വീടുകളിലേക്കും ഓച്ചിറ താമരക്കുളം റോഡിലേക്കും ഒഴുകിയെത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുൻപ് കനാൽ വൃത്തിയാക്കിയിരുന്നത്. 2 വർഷമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ കനാൽ ശുചീകരണത്തിന് അനുമതിയില്ല. ജനുവരിയിൽ ഭാഗികമായി മാത്രമാണ് ശുചീകരിച്ചത്. കനാലിലെ കാടുൾപ്പെടെ നീക്കിയിട്ടില്ല. പല ഭാഗങ്ങളിലും കനാലുകളിൽ വൻതോതിൽ കാട് വളർന്ന നിലയിലുമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.